ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നോക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനുബന്ധ വിവരങ്ങളാണ്. LP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെയാണ് കേട്ടോ. LP സ്കൂൾ അസിസ്റ്റൻറ്റ് 2022 നടന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിവർത്തന പ്രക്ഷോഭമായിരുന്നു ആൻസർ. അതിനെക്കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. കുറിച്യർ കലാപം, പഴശ്ശി കലാപം, തിരുവിതാംകൂർ കലാപം എന്നിവ ആദ്യകാലത്ത് കേരളത്തിൽ നടന്ന കലാപങ്ങളാണ്. കുറിച്യർ കലാപം, പഴശ്ശി കലാപം, തിരുവിതാംകൂർ കലാപം എന്നിവ ആദ്യകാലത്ത് കേരളത്തിൽ നടന്ന കലാപങ്ങളാണ്. നിവർത്തന പ്രക്ഷോഭം 1932 തിരുവിതാംകൂറിലെ ഭരണപരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായിട്ട് ആരംഭിച്ച പ്രക്ഷോഭമാണ്. നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് IC ചാക്കോ ആണ്. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി അറിയപ്പെട്ടിരുന്നത് കേരള കേസരി എന്നായിരുന്നു. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തി C കേശവനാണ്. 1935. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കളാണ് C കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ വയനാട്ടിലെ ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യർ ലഹള. 1812. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന കുറിച്യർ കലാപത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് TH ബേബറാണ്. കുറിച്യർ കലാപം അടിച്ചമർത്തപ്പെട്ടത് 1812 മെയ് 8. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ പൈച്ചി രാജ, കൊട്ടോട്ട് രാജ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ കലാപങ്ങൾ. പഴശ്ശി വിപ്ലവങ്ങൾ കാരണം പഴശ്ശി വിപ്ലവത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബേബറാണ്. ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1793 1797. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 to 1805. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ. പഴശ്ശിരാജയുടെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പു. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തു. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജ മരണമടഞ്ഞത് 1805 നവംബർ 30. തലശ്ശേരിയിൽ തലക്കൽ ചന്തു സ്മാരകം പനമരം. തലക്കൽ ചന്തു സ്മാരകം പനമരം, പഴശ്ശി സ്മാരകം മാനന്തവാടി. 1808 1809 കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളാണ് തിരുവിതാംകൂർ കലാപം. അടുത്തത് വൈക്കം സത്യാഗ്രഹം. ആ ഒരു സത്യാഗ്രഹങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. നോക്കാം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ, CV കുഞ്ഞിരാമൻ. വൈക്കം ഹീറോ, വൈക്കം വീരം എന്നിങ്ങനെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നിന്നും എത്തിയവർ അകാലികൾ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയത് 1925. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര വിനോബ ഭാവെ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1924 നവംബർ 1 വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ME നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരം വരെ സവർണജാഥ നടന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് TK മാധവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിവേദനം സമർപ്പിച്ചത് ആർക്ക്? സേതു ലക്ഷ്മിബായിക്ക്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 603 ദിവസമാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1917. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചേറാഴി. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ.
നവോത്ഥാന നായകൻ വിശേഷണങ്ങൾ. ശ്രീനാരായണ ഗുരു നാണു ആശാൻ, വൈകുണ്ഠസ്വാമികൾ മുടിചൂടും പെരുമാൾ, തേക്കാട് അയ്യ ഗുരുവിൻ്റെ ഗുരു ശിവരാജയോഗി, ചട്ടമ്പി സ്വാമികൾ ശ്രീ ഭട്ടാരകൻ ബാലഭട്ടാരകൻ, അയ്യങ്കാളി പുലയരാജ, ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂർ സ്വാമി, പണ്ഡിത് കറുപ്പൻ കേരള ലിംഗൻ, പൊയ്കയിൽ യോഹന്നാൻ, പുലയൻ മത്തായി, കെ കേളപ്പൻ കേരള ഗാന്ധി, അബ്ദുൽ റഹിമാൻ സാഹിബ് കേരള സുഭാഷ് ചന്ദ്രബോസ്, കുമാരനാശാൻ സ്നേഹഗായകൻ, സി കേശവൻ സിംഹള സിംഹം, ആഗമാനന്ദ സ്വാമി കേരള വിവേകാനന്ദൻ, അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിലെ ഝാൻസി റാണി. സഹോദര സംഘം ആരംഭിച്ച വർഷം 1917. പുലയൻ അയ്യപ്പൻ മാസ്റ്റർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം 1928. സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വർഷം 1928. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി. സഹോദരൻ അയ്യപ്പൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേറായി. കർമ്മത്താൽ ചണ്ടാലൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇസ്ലാം ധർമ്മപരിപാലന സംഘം രൂപീകരിക്കുന്നത് മാതൃകയാക്കിയ സംഘടന SNDP. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മറ്റ് സംഘടനകൾ കേരള മുസ്ലിം ഐക്യ സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിറയിൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം. അടുത്ത് നോക്കാം. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തിറക്കിയ വർഷം 1929. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് ഇടക്കുനി. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനങ്ങളുടെ കർത്താവ് VT ഭട്ടതിരിപ്പാട്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് C കേശവൻ. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സമൂഹത്തിൽ നിലനിന്നിരുന്ന മിശ്രഭോജനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, കുടുംബമുറിക്കൽ തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്രവിവാഹത്തിന് നേതൃത്വം നൽകിയവർ VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം നടത്തിയ കാൽനട യാത്ര പ്രചരണ യാത്രയാണ് യാചനയാത്ര. യാചനയാത്ര നടത്തപ്പെട്ട വർഷം 1931. 1931 യാചനയാത്ര നടത്തപ്പെട്ട വർഷം. 1968 മിശ്രവിവാഹ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട്ടു നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും 1970. VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം അഹമ്മദാബാദ് സമ്മേളനം. എൻ്റെ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും എന്ന് ആഹ്വാനം ചെയ്തത് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യ കഥാസമാഹാരം രജനീരംഗം. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. മറക്കുടക്കുള്ളിലെ മഹാനരകം MR ഭട്ടതിരിപ്പാട്. ഋതുമതി MP ഭട്ടതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപം. മാപ്പിള ലഹള. മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം പൂക്കോട്ടൂർ കലാപം. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന്. പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് 1921 ഓഗസ്റ്റ്. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി. മലബാർ കലാപത്തിൻ്റെ നേതാക്കൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധികാരികളായത് ആലി മുസ്ലിയാർ. ഖിലാഫത്ത് ആർമിയുടെ കേണൽ, മുസ്ലിങ്ങളുടെ അമീർ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ TL സ്ട്രേഞ്ച് കമ്മീഷൻ. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട മലബാർ കളക്ടർ HV കൊനോലി.
കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ഹിച്ച്കോക്ക്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. വാഗൺ ട്രാജഡി സംഭവം അന്വേഷിച്ചത് നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിൻ്റെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. മലബാർ കലാപകാരികളെ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയ MSMLV 1711 എന്ന ഗുഡ്സ് വാഗണിലാണ് സംഭവം നടന്നത്. മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് K. മാധവൻ നായരാണ്. മലബാർ കലാപത്തെ ആസ്പദമാക്കി ദുരവസ്ഥ എന്ന കൃതി രചിച്ചത് കുമാരനാശാൻ. മലബാർ കലാപത്തെ ആസ്പദമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി രചിച്ചത് ഉറൂബാണ്. മലബാർ കലാപത്തെ ആസ്പദമാക്കി ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി രചിച്ചത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ. മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ 1921. 1921 മലബാർ കലാപത്തിന്റെ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത കമ്മത്ത് ചിന്നമ്മ. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ വക്കം അബ്ദുൽ ഖാദർ. മലബാർ മാനുവൽ വില്യം ലോഗൻ. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ C. അച്യുതമേനോൻ. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ V. നാഗം അയ്യ. മലബാർ മാനുവൽ വില്യം ലോഗനാണ്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ അച്യുതമേനോനാണ്. C. അച്യുതമേനോൻ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലാണ് V. നാഗം അയ്യ. ട്രാവൻകൂർ നാഗം അയ്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. INC രൂപീകൃതമായത് 1885 ഡിസംബർ 28 മുംബൈ. INCയുടെ പിതാവ് A.O. ഹ്യൂമാണ്. INCയുടെ ആദ്യ സെക്രട്ടറി A.O. ഹ്യൂമാണ്. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. INC രൂപീകരണ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ്. ഡഫറിൻ പ്രഭു. INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി G.P. പിള്ള. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 72. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യൻ അയ്യർ. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെയാണ്. പ്ലേഗ് കാരണം ബോംബെയിലേക്ക് മാറ്റി. INCയുടെ ആദ്യ പ്രസിഡന്റ് W.C. ബാനർജി 1885. INCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി 1886 കൊൽക്കത്ത. INCയുടെ മൂന്നാമത്തെ പ്രസിഡന്റാണ് ബദറുദ്ദീൻ തിയാബ്ജി 1887 മദ്രാസ്. INCയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി. INC പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജ് യൂളാണ്. 1888 അലഹബാദ്. പ്രസിഡന്റായ ആദ്യ മലയാളി INC പ്രസിഡന്റായ ആദ്യ മലയാളി C. ശങ്കരൻ നായർ 1897 അമരാവതി. 3 തവണ INC പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ദാദാഭായ് നവറോജി 1886, 93, 906. തുടർച്ചയായി 2 തവണ INC പ്രസിഡന്റായ ആദ്യ വ്യക്തി റാഷ് ബിഹാരി ഘോഷാണ് 1907, 908. INC പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ് 1917 കൊൽക്കത്ത. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത പണ്ഡിത് രമാബായി. INC പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു 1925 കാൺപൂർ. 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് INC മിതവാദികളും തീവ്രവാദികളും പിരിഞ്ഞു. INCയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാനാണ്. INCയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസാണ് 1939 ത്രിപുരി. INC പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ INC പ്രസിഡന്റായ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. SK പൊറ്റക്കാട് പങ്കെടുത്ത INC സമ്മേളനം ത്രിപുരി സമ്മേളനമാണ് 1939. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC പ്രസിഡന്റ് ആചാര്യ JB കൃപലാനി. സ്വാതന്ത്ര്യത്തിന് ശേഷം INC പ്രസിഡന്റായ ആദ്യ വ്യക്തി പട്ടാഭി സീതാരാമയ്യ. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC സമ്മേളനം കൊൽക്കത്ത സമ്മേളനം 1896. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ടാഗോർ. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമയത്തെ INC പ്രസിഡന്റ് റഹ്മത്തുള്ള സയാനി. ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം കൊൽക്കത്ത 1911. ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണി.
ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനം കൊൽക്കത്ത 1901. ഗാന്ധിജി അധ്യക്ഷനായ INC സമ്മേളനം ബെൽഗാം സമ്മേളനം 1924. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1912 ബങ്കിംഗ്പൂർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ആദ്യ INC സമ്മേളനം ലാഹോർ സമ്മേളനം 1929. മിതവാദികളും തീവ്രവാദികളും യോജിച്ച കോൺഗ്രസ് സമ്മേളനം ലക്നൗ സമ്മേളനം 1916. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന INC സമ്മേളനം ലാഹോർ സമ്മേളനം 1929. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയം പാസാക്കിയ INC സമ്മേളനം കറാച്ചി സമ്മേളനം 1931. ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ INC സമ്മേളനം ഫൈസ്പൂർ സമ്മേളനം 1936. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെ സമ്മേളനം 1942. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ INC പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റായ വ്യക്തി സോണിയാഗാന്ധി. പിന്നോക്ക സമുദായങ്ങളിൽ നിന്നുള്ള ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് D. സഞ്ജീവയ്യ. രാഹുൽ ഗാന്ധി ആദ്യമായി INC പ്രസിഡന്റായ വർഷം 2017. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം കൊൽക്കത്ത. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ഗാന്ധിജി. ഭാരതരത്നം നേടിയ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ന്യൂഡൽഹി. ജാലിയൻ വാലാബാഗ് 1919. ജാലിയൻ വാലാബാഗ് 1919. ഖിലാഫത്ത് പ്രസ്ഥാനം 1920. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം 1923. 1923 സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം. സൈമൺ കമ്മീഷന്റെ വരവ് 1927. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത പട്ടാള ഉദ്യോഗസ്ഥനാണ് ജനറൽ റെജിനാൾഡ് ഡയർ. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1940 ജൂലൈ 31. പഞ്ചാബിൽ റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചുലുവുമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് രവീന്ദ്രനാഥ് ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയി എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി C. ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവ് ഗാന്ധിജി. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഗ്രസ് നടന്നത് 1919 സെപ്റ്റംബർ 21. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് 1919 ഒക്ടോബർ 17. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1920. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മഹാത്മാഗാന്ധി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് അലി ഷൗക്കത്ത് അലി. 1919 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന്റെ വേദിയായത് ഡൽഹി. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1923 ജനുവരി 1. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടി രൂപീകരിക്കുവാൻ തീരുമാനമെടുത്ത INC സമ്മേളനം ഗയ സമ്മേളനം. ഗയ INC സമ്മേളനത്തിൽ പ്രസിഡന്റ് ആയിരുന്നത് CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം അഹമ്മദാബാദ് 1923. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പ്രസിഡന്റായ സ്വരാജ് പാർട്ടി നേതാവ് വിതൽ ഭായ് പാട്ടേൽ. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിനിടയാക്കിയ സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം പെട്ടെന്ന് പിൻവലിച്ചത്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആദ്യമായി അഭിപ്രായപ്പെട്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ നയം കൗൺസിൽ എൻട്രിയാണ്. സ്വരാജ് പാർട്ടി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928.
ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 7. സൈമൺ കമ്മീഷന്റെ ചെയർമാൻ ജോൺ സൈമൺ ആണ്. സൈമൺ കമ്മീഷനിൽ അംഗമായതിനു ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വ്യക്തി ക്ലമന്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷന്റെ ബഹിഷ്കരിക്കാൻ കാരണം സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാത്തതിനാൽ. സൈമൺ കമ്മീഷനെതിരെ ഉയർന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് യൂസഫ് മെഹർ അലിയാണ്. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന്റെ അടിയേറ്റ് മരിച്ച നേതാവാണ് ലാല ലജ്പത് റായ്. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന്റെ അടിയേറ്റ് മരിച്ച നേതാവാരാണ്? ലാല ലജ്പത് റായ് ആണ്. ലാല ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് സാൻഡേഴ്സൺ. സാൻഡേഴ്സണെ വധിച്ച ധീര ദേശാഭിമാനി ആരാണ്? ഭഗത് സിംഗ് ആണ്. സൈമൺസ് കമ്മീഷൻ തിരിച്ചുപോയ വർഷം 1929 മാർച്ച് 3. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1930 മെയ് 27. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് 1962 ISRO സ്ഥാപിതമായ വർഷം 1969 ഓഗസ്റ്റ് 15. ISROയുടെ പൂർണ്ണരൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ, ബാംഗ്ലൂർ. ISROയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാനായ വ്യക്തിയാണ് സതീഷ് ധവാൻ. ISRO ചെയർമാനായ ആദ്യ മലയാളി MGK മേനോനാണ്. ISROയുടെ നിലവിലെ ചെയർമാനാണ് S സോമനാഥ്. 5ാമത്തെ മലയാളിയാണ് S സോമനാഥ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ 19. ആര്യഭട്ട വിക്ഷേപിച്ച സ്ഥലം ബേയിക്കന്നൂരിലെ വോൾഗോഗ്രാൻഡ് ആണ്. ബേയിക്കന്നൂരിലെ വോൾഗോഗ്രാൻഡ്. ഇന്ത്യയുടെ 2ാമത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ഭാസ്കര 1 1979. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് രോഹിണി. രോഹിണി വിക്ഷേപിച്ച വർഷം 1979 ഓഗസ്റ്റ് 10. ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ ആണ്. ആപ്പിൾ വിക്ഷേപിച്ച വർഷം 1981 ജൂൺ 19. ആപ്പിൾ വിക്ഷേപിച്ച സ്ഥലം കൗറു ആണ്, ഫ്രഞ്ച് ഗയാന. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് 1963 നവംബർ 21. തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റാണ് നൈക് അപ്പാച്ചെയാണ് തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ്. ISRO ലോഗോയിലെ നിറങ്ങൾ ഏതെല്ലാമെന്ന്? ഓറഞ്ച്, നീല. തുമ്പയിൽ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ സ്ഥാപിതമായിട്ടുള്ള വർഷം 1965. സതീഷ് ധവാൻ സ്പേസ് സെന്റർ നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തുമ്പ, തിരുവനന്തപുരം. തുമ്പ UNOയ്ക്ക് സമർപ്പിച്ച വർഷം 1968 ഫെബ്രുവരി 2. 1968 ഫെബ്രുവരി 2. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റാണ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1972. ISROയുടെ വാണിജ്യ സ്ഥാപനം ആൻഡ്രിക്സ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1992. ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് നിലവിൽ വന്നത് ബാംഗ്ലൂർ. ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട, നെല്ലൂര്, ആന്ധ്രാപ്രദേശ്. ISROയുടെ മിസൈൽ ഗവേഷണ വിക്ഷേപണ കേന്ദ്രം ചാന്ദിപൂർ, ഒഡീഷ. ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്, തിരുവനന്തപുരം. ISROയുടെ സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ അഹമ്മദാബാദ്. ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ്റെ അനുബന്ധ വിവരങ്ങളാണ്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അബ്ദുൽ കലാം ജനിച്ചത്. രാമേശ്വരത്താണ് 1931 ഒക്ടോബർ 15 അബുൽ ബക്കീർ ജൈനുൽ ആബ്ദീൻ അബ്ദുൽ കലാം എന്നാണ് യഥാർത്ഥ നാമം. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിച്ചത് 1997. അവിവാഹിതനായ ആദ്യ രാഷ്ട്രപതിയാണ്.
ശാസ്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരില്ലാത്ത ആദ്യ രാഷ്ട്രപതി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി, പൊക്രാനിലെ ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണ സമയത്ത് APJ അബ്ദുൽ കലാം എന്നറിയപ്പെട്ടിരുന്ന രഹസ്യനാമം മേജർ ജനറൽ പൃഥ്വിരാജ്. സ്കൂളുകളിൽ കലാമിൻ്റെ ജീവിതം പാഠ്യവിഷയമാക്കിയ സംസ്ഥാനം മധ്യപ്രദേശ്. APJ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വനിത ലക്ഷ്മി സെയ്ഗാളാണ്. അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ഇന്ത്യ 2020, എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം, ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ് എന്നിവ അബ്ദുൽ കലാമിൻ്റെ പ്രധാന കൃതികളാണ്. പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തി. അന്തർവാഹിനി, സിന്ധുരക്ഷക്, യുദ്ധവിമാനം സുഖോയ് എന്നിവയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. കേരളത്തിൻ്റെ 10 കർമ്മ പരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതി. അബ്ദുൽ കലാമിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം പേയ്ക്കരുമ്പ്, രാമേശ്വരം. അന്ത്യവിശ്രമ സ്ഥലം പേയ്ക്കരുമ്പ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അബ്ദുൽ കലാം. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ് ആണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ കെ ശിവൻ ആണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ കെ ശിവൻ. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ റിതു കരിതൾ. മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം വളർന്നുവന്ന രാജ്യം ഇറാഖാണ്. സംസ്കാരത്തിൻ്റെ മൂഷ എന്നറിയപ്പെടുന്ന സംസ്കാരം മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം. സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരമാണ്. ലോകത്തിലാദ്യമായി ചക്രവും മൺപാത്രവും നിർമ്മിച്ചു തുടങ്ങിയ സംസ്കാരം മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം. അർമീനിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന നദികളാണ് യൂഫ്രട്ടീസും ടൈഗ്രീസും. മെസ്സപ്പെട്ടോമിയൻ സംസ്കാരത്തിൻ്റെ എഴുത്തുവിദ്യ അറിയപ്പെട്ടിരുന്നത് ക്യൂണിഫോം ലിപി. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ലിപി ാണ് ക്യൂണിഫോം ലിപി. മെസ്സപ്പെട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം. ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കി കലണ്ടർ തയ്യാറാക്കിയത് ഏത് സംസ്കാരത്തിൻ്റെ ജനതയാണ്? മെസ്സപ്പെട്ടോമിയ. പ്രാചീന മെസ്സപ്പെട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ് സിഗുറാത്തുകൾ. മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം ഉടലെടുത്ത നദികളാണ് യൂഫ്രട്ടീസും ടൈഗ്രീസും. മെസ്സപ്പെട്ടോമിയയിലെ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്ത സംസ്കാരങ്ങൾ സുമേറിയൻ, ബാബിലോണിയൻ, കാൾഡിയൻ, അസീറിയൻ. ഗണിതത്തിലെ ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയിൽ പ്രാവീണ്യം നേടിയ ജനത മെസ്സപ്പെട്ടോമിയൻ ജനതയാണ്. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നിവ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ജനത മെസ്സപ്പെട്ടോമിയൻ ജനതയാണ്. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും ഒരു ദിവസത്തെ 24 മണിക്കൂറുകളായും കണക്കാക്കിയിരുന്ന സംസ്കാരം മെസ്സപ്പെട്ടോമിയൻ സംസ്കാരമാണ്. പ്രാചീന മെസ്സപ്പെട്ടോമിയൻ നഗരങ്ങളാണ് ഉറൂക്ക്, ലഗാഷ്. അടുത്ത ക്വസ്റ്റ്യൻ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ ഉത്ഖനനം നടന്നത് ഹാരപ്പയിലാണ്. ഹാരപ്പൻ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത് ദയാറാം സാഹ്നിയാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ലഭിച്ച സ്ഥലം ഹാരപ്പ. ഹാരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന രാജ്യം പാകിസ്ഥാൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി പൊതുവെ അറിയപ്പെടുന്നത് BCE 2700 മുതൽ BCE 1700 വരെയാണ്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ സുത്കാജൻഡോ സ്ഥിതി ചെയ്യുന്ന രാജ്യം പാകിസ്ഥാനാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നവ അലങ്കിർപൂർ, രംഗ്പൂർ, കാലിബംഗൻ, ലോത്തൽ, ധോളാവീര, ബൻവാലി. ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗം. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ നഗരങ്ങൾക്ക് 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നവ ഹാരപ്പ, മോഹൻജദാരോ, ലോത്തൽ. സിന്ധു നദീതട കേന്ദ്രങ്ങളുടെ പ്രധാന പ്രത്യേകത അഴുക്കുചാൽ സംവിധാനം. അഫ്ഗാനിസ്ഥാനിലെ പ്രധാന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഷോട്ടുഗായ്. സിന്ധു നദീതട സംസ്കാരത്തിൽ വലിയ കുളം കണ്ടെത്തിയത് മോഹൻജദാരോവിലാണ്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രത്തിൽ നിന്നാണ് ധാന്യപുരയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്? ഹാരപ്പ. ഹാരപ്പ നിലനിന്നിരുന്ന നദീതടം രവിയാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ധാന്യപുരയുടെ അവശിഷ്ടം കണ്ടെത്തിയത് ഹാരപ്പയിൽ നിന്നുമാണ്. ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായ സിന്ധു നദീതട പ്രദേശമാണ് ഹാരപ്പ. നെൽകൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ച സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ റംഗ്പൂർ, ലോത്തൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്താണ്. നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയതിൻ്റെ തെളിവുകൾ ലഭിച്ച സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ കാലിബംഗൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്.
ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ചിരുന്ന സിന്ധു നദീതട കേന്ദ്രം കാലിബംഗൻ. കാലിബംഗൻ എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത വളകൾ. എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകൾ ഉണ്ടായിരുന്ന പ്രദേശം കാലിബംഗൻ. കാലിബംഗൻ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഘഗ്ഗർ നദീതീരത്താണ്. കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ ലഭിച്ചത് കാലിബംഗനിൽ നിന്നുമാണ്. മുദ്രകളുടെ നിർമ്മിതിയിൽ ഏത് ജനതയുടെ മികച്ച കലാവൈഭവത്തിൻ്റെ തെളിവാണ് ഹാരപ്പ. വെങ്കലത്തിൻ്റെ ഉപയോഗം മൂലം വെങ്കലയുഗം സംസ്കാരം എന്ന് അറിയപ്പെട്ട സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിൽ കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രമായിരുന്നത് ലോത്തലായിരുന്നു. കപ്പൽശാല കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ലോത്തൽ. സിന്ധു നദീതട നിവാസികൾ വെങ്കല നിർമ്മാണത്തിന് ആവശ്യമായ ചെമ്പ് ശേഖരിച്ച ഗേത്രി ഗനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. മുത്തു നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ലോത്തൽ. മോഹൻജദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം മരിച്ചവരുടെ കുന്ന്. നർത്തകിയുടെ പ്രതിമ ലഭിച്ച സിന്ധു നദീതട സംസ്കാര കേന്ദ്രം മോഹൻജദാരോ. ഫലഭൂയിഷ്ഠതയുടെ ബന്ധപ്പെട്ട മാതൃദൈവാരാധനയുടെ തെളിവ് ലഭിച്ച സംസ്കാര കേന്ദ്രം ഹാരപ്പ. പഞ്ചാബിൽ നിന്നും കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം രൂപാറാണ്. മനുഷ്യനോടൊപ്പം നായയെയും അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ച കേന്ദ്രം രൂപാർ. മൃഗങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ആരാധിച്ചിരുന്ന നദീതട കേന്ദ്രമാണ് ഹാരപ്പൻ സംസ്കാരം. ഗുജറാത്തിൽ റാൻ ഓഫ് കച്ചിൽ നിന്നും കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ധോളാവീര. ആദ്യമായി ഒരു ഹാരപ്പൻ മുദ്ര കണ്ടെത്തിയ വ്യക്തിയാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാം. ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങിയ വർഷം BC 1700. ഹാരപ്പൻ സംസ്കാരം തകരാനുള്ള കാരണങ്ങൾ വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലെ തകർച്ച, പകർച്ചവ്യാധികൾ. ലോത്തലിലെ ഉത്ഖനനത്തിൻ്റെ നേതൃത്വം നൽകിയത് SR റാവു ആണ്. രൂപാറിൽ ഉത്ഖനനം നടത്തിയത് YD ശർമ്മയാണ്. മോഹൻജദാരോവിൽ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് RD ബാനർജി. ഹാരപ്പൻ മുദ്രകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ട മൃഗം യൂണിക്കോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് മരിയ റസ്സ. 2021 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി മരിയ റസ്സ. ഫിലിപ്പൈൻസിലെ ഒരു പത്രപ്രവർത്തകയാണ് മരിയ റസ്സ. നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഫിലിപ്പൈൻകാരിയാണ് മരിയ റസ്സ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്ത് ആദ്യമായി ഭൂപടം വരച്ചത് അനക്സിമാൻഡർ ആണ്. അനക്സിമാൻഡർ ആണ് ലോകത്ത് ആദ്യമായി ഭൂപടം വരച്ചത്. BC 610 ഏഷ്യ മൈനറിലെ മിലറ്റേഴ്സിൽ നിന്നാണ് ജനിച്ച തത്വചിന്തകനാണ് അനക്സിമാൻഡർ. ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം മെസ്സപ്പൊട്ടേമിയൻ ഭൂപടമാണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് മെർക്കാറ്റർ ആണ്. ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് അബ്രഹാം ഓർട്ടേലിയസ് ആണ്. ഭൂപടത്തിൽ തോതുകൾ രേഖപ്പെടുത്തുന്ന രീതികൾ പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. വാനനിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഭൂപടം ജ്യോതിശാസ്ത്ര ഭൂപടം. കാലാവസ്ഥാ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂപടം ദിനാവസ്ഥ ഭൂപടം. രാജ്യാതിർത്തികൾ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടം രാഷ്ട്രീയ ഭൂപടം. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് തീമാറ്റിക് ഭൂപടം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം, കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തി അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ പൊതുവായി എത്രയായി തിരിക്കാം? 2 തിരിക്കാം. ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്ത സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ഭൗതിക ഭൂപടങ്ങൾ. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. ഭൂപടങ്ങളെ അവ തയ്യാറാക്കുന്നതിൻ്റെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായി തരംതിരിക്കാം? 2 തരംതിരിക്കാം. ചെറിയ തോത് ഭൂപടങ്ങൾ, വലിയ തോത് ഭൂപടങ്ങൾ. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ചുമർ ഭൂപടം, അറ്റ്ലസ് ഭൂപടം. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ധാരാതലീയ ഭൂപടം, കഡസ്ട്രൽ ഭൂപടം. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയ ഉൾക്കൊള്ളുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടങ്ങളാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ. കഡസ്ട്രൽ ഭൂപടങ്ങൾ പേരിന് നിദാനമായ കഡസ്ട്രൽ എന്ന ഫ്രഞ്ച് വാക്കിൻ്റെ അർത്ഥം പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടം. കഡസ്ട്രൽ ഭൂപടത്തിൻ്റെ ഉദാഹരണമാണ് ഗ്രാമഭൂപടം. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതും പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിക്കുന്നതുമായിട്ടുള്ള ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ. ധാരാതലീയ ഭൂപടത്തിലെ ഉയരം
ചിത്രീകരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്. ഫോം ലൈനുകൾ ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാതെ രേഖകളാൽ ചിത്രീകരിക്കുന്ന മാർഗ്ഗമാണ് ഫോം ലൈനുകൾ. സ്പോട്ട് ഹൈറ്റുകൾ ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്ന മാർഗ്ഗം. ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തുന്ന സ്ഥലത്തിൻ്റെ ഉയരം ത്രികോണ ചിഹ്നത്തോടെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്ന മാർഗ്ഗമാണ്. ബെഞ്ച് മാർക്ക് ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്ന മാർഗ്ഗമാണ്. കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ ഉള്ള സ്ഥലങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഭൂപടത്തിൻ്റെ രേഖപ്പെടുത്തുന്ന തോതുകളിൽ നിന്നും ഏറ്റവും അനായാസമായി മനസ്സിലാക്കാൻ കഴിയുന്ന തോത് പ്രസ്താവന രീതിയാണ്. ഭൂപടത്തിലെ ദൂരവും ഭൂമിയുടെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി. ഓരോ രാജ്യത്തിലെയും യൂണിറ്റുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ തോത് മറ്റ് രാജ്യക്കാർക്ക് വിശകലനം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന തോതാണ് ഭിന്നക രീതി. ഭൂപടങ്ങൾ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് തോതാണ് ആനുപാതികമായി മാറുന്നത്? രേഖാരീതി. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഭൂപടങ്ങൾ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് കൃഷിയിടങ്ങളാണ്. ഭൂപടത്തിൽ നൈസർഗിക സസ്യജാലങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം പച്ചയാണ്. ഭൂപടങ്ങൾ റോഡുകൾ, പാർപ്പിടങ്ങൾ എന്നിവ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന നിറം ചുവപ്പാണ്. ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം നീലയാണ്. ഭൂപടങ്ങളിൽ നീല നിറത്തിലുള്ള വൃത്തം എന്തിനെ സൂചിപ്പിക്കുന്നു? കിണറിനെ സൂചിപ്പിക്കുന്നു. ഭൂപടങ്ങളിൽ നീല ത്രികോണത്തിലുള്ള ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? കുഴൽക്കിണർ. ഭൂപടങ്ങളിലെ തീവണ്ടിപ്പാത, ടെലിഫോൺ ലൈൻ, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം കറുപ്പാണ്. ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം തവിട്ട്. ഭൂപടങ്ങളിൽ PS എന്ന ചിഹ്നം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. ഭൂപടങ്ങളിൽ PO എന്ന ചിത്രം സൂചിപ്പിക്കുന്നത് പോസ്റ്റ് ഓഫീസിനെയാണ്. ട്രോപ്പോസ്ഫിയർ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ 8 to 18 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മേഘം, മഴ, മഞ്ഞ്, ഇടിമിന്നൽ, കൊടുങ്കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നു. ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിലെ താപനിലയും ഉയരത്തിനനുസരിച്ച് ഓരോ 165 ഡിഗ്രി 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്ന പ്രക്രിയയാണ് ക്രമമായ താപനഷ്ട നിരക്ക്. സ്ട്രാറ്റോസ്ഫിയർ 20 to 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്ന മേഘപടലങ്ങൾ നാക്രിയസ് മേഘങ്ങളാണ്. സ്ട്രാറ്റോസ്ഫിയർ മേഖലകളിലെ ഓസോൺ പാളി കാണപ്പെടുന്നത്. വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്നത് 20 മുതൽ 35 വരെയുള്ള ഉയരത്തിലാണ്. ഓസോൺ പാളിയുടെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്. ഓസോൺ പാളികളുടെ നാശനത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. മീസോസ്ഫിയർ 50 to 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. മീസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപം കുറയുന്നു. നിശാമേഘങ്ങൾ അഥവാ നോക്ടിലൂസൻ്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. നിശാദീപങ്ങൾ അറിയപ്പെടുന്നത് നോക്ടിലൂസൻ്റ് മേഘങ്ങൾ. ഉൽക്കാശിലകൾ പതിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകാൻ കാരണം ഘർഷണമാണ്. തെർമോസ്ഫിയർ 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് കാർമൻ രേഖ. തെർമോസ്ഫിയറിൻ്റെ ഉയരം കൂടുന്തോറും താപം കൂടുന്നു. താപനില ഏറ്റവും കൂടിയ പാളി തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ. റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അയണോസ്ഫിയർ ആണ്. വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം അയണോസ്ഫിയർ. അയണോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ,
സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ചുറ്റുപാട് ഉറപ്പുവരുത്തുന്നതിനും നിലനിർത്തുന്നതിനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളും ഇടപെടലുമാണ് സാമൂഹ്യ നിയന്ത്രണം. സാമൂഹ്യ നിയന്ത്രണം നടത്തുന്ന സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കുടുംബം, മതം, വിദ്യാലയം, സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ. സാമൂഹ്യ നിയന്ത്രണം നടത്തുന്ന ഔപചാരിക സ്ഥാപനങ്ങളാണ് പോലീസ്, കോടതി, ജയിൽ, പട്ടാളം. അർദ്ധസംഘങ്ങൾ എന്നാൽ ആളുകളുടെ കൂട്ടം. നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയോ ചില ലക്ഷ്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്നുണ്ടാകുന്നതാണ് സാമൂഹ്യ സംഘങ്ങൾ. അംഗബലം, അംഗങ്ങളുടെ പരസ്പര ബന്ധം, പ്രവർത്തന മാർഗങ്ങൾ, നിർവഹണ ശ്രമങ്ങൾ തുടങ്ങിയവയാണ് അടിസ്ഥാനമാക്കി സാമൂഹ്യ സംഘങ്ങളെ എത്രയായി തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്നവരും മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നതുമായിട്ടുള്ള മനുഷ്യരുടെ ചെറുസംഘം അറിയപ്പെടുന്നത് പ്രാഥമിക സംഘം. പ്രാഥമിക സംഘത്തിൻ്റെ ഉദാഹരണമാണ് കുടുംബം. അംഗങ്ങളുടെ എണ്ണം കൂടുതലുള്ളതും ഔപചാരിക ബന്ധം പുലർത്തുന്നവരും പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമായിട്ടുള്ള സംഘങ്ങൾ അറിയപ്പെടുന്നത് ദ്വിതീയ സംഘം. ദ്വിതീയ സംഘങ്ങൾക്ക് ഉദാഹരണമാണ് ക്ലബ്ബുകൾ, ഫുട്ബോൾ ടീം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇമ്പീരിയർ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയർ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ചത് ജോൺ കെയ്ൻസ് ആണ്. ഇമ്പീരിയർ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറിയത് 1955. SBIയുടെ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1955. SBIയുടെ നിലവിലെ ചെയർമാൻ ദിനേശ് കുമാർ ഖാരെയാണ്. SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആണ് അരുന്ധതി ഭട്ടാചാര്യ. മുൻ ഇടപാടുകാരെ തിരിച്ചു കൊണ്ടുവരാൻ SBT ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ബാങ്ക് വാപ്പസി. ബാങ്ക് വാപ്പസിയാണ് മുൻ ഇടപാടുകാരെ തിരിച്ചു കൊണ്ടുവരാൻ SBT ആരംഭിച്ച പുതിയ പദ്ധതി. മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ച ബാങ്ക് SBI ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രത്യേകതകൾ: ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്ക്, ഇസ്രായേലിൽ ശാഖ തുടങ്ങാൻ ഇന്ത്യയിലെ ആദ്യ ബാങ്ക്, ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖയുള്ള ബാങ്ക്, ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് നടപ്പിലാക്കിയ ബാങ്ക്. SBI ആരംഭിച്ച കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ സർവീസ് യോനോ ക്യാഷ് ആണ്. ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ജയ്പൂരാണ്. സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ബിക്കാനീർ, ജയ്പൂർ. ഇന്ത്യയിലെ പാർലമെൻറ്റ് അധോസഭ ലോക്സഭയാണ്. ഇന്ത്യയിലെ പാർലമെൻറ്റിൻ്റെ അധോസഭ എന്ന് പറയുന്നത് ലോക്സഭയാണ്. ലോക ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. 1952 ഏപ്രിൽ 17 ലോക്സഭ രൂപീകൃതമായത്. 1952 ഏപ്രിൽ 17. 1952 മെയ് 13 ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. ലോക്സഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ്. കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ലോക്സഭയിലാണ്. ലോക്സഭാ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നത് പ്രസിഡന്റാണ്. ലോക്സഭ പിരിച്ചുവിടുന്നതും പ്രസിഡന്റാണ്. സഭാംഗമായിട്ടുള്ള ആദ്യ മലയാളി വനിതകളാണ് ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനും. ലോക്സഭയിലെ ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങൾ മിസോറാം, നാഗാലാൻഡ്, സിക്കിം. ലോക്സഭയുടെ കാലാവധി 5 വർഷം. ലോക്സഭാംഗത്തിൻ്റെ കാലാവധി 5 വർഷം. ലോക്സഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ 550. ലോക്സഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ 543. ലോക്സഭാ അംഗസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. രാജ്യസഭാ അംഗസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ രാജ്യസഭയാണ്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3 ലോക്സഭയും രാജ്യസഭയും 52 തന്നെയാണ്. ഏപ്രിൽ 3 രാജ്യസഭ എങ്കിൽ ലോക്സഭ നിലവിൽ വന്നിട്ടുള്ളത് മെയ് 13 കേട്ടോ. അപ്പോൾ പ്രഥമ സമ്മേളനം നടന്നത് 2 മെയ് 13 തന്നെയാണ്. എന്നാൽ ഏപ്രിൽ 17 ലോക്സഭ നിലവിൽ വന്നിട്ടുള്ളത്. ഏപ്രിൽ 3 രാജ്യസഭ തൊട്ട് മുമ്പേ വന്നിട്ടുള്ളത്. എന്നാൽ ലോക്സഭ വന്നിട്ടുള്ളത് ഏപ്രിൽ 17. രണ്ടിലും പ്രഥമ സമ്മേളനം നടന്നിട്ടുള്ളത് മെയ് 13.
രാജ്യസഭയുടെ പരമാധാനിയുടെ നിറം ചുവപ്പാണ്. അർദ്ധവൃത്താകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജ്യസഭയിലാണ്. കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ നിന്നാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. ഒരു ധനകാര്യ ബില്ല് എത്ര ദിവസം വരെ കൈവശം വെക്കാൻ രാജ്യസഭയ്ക്ക് കഴിയും? 14 ദിവസം. രാജ്യസഭ അധ്യക്ഷൻ ചെയർമാനാണ്. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ചാൾസ് ഡയസ് ആണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി KM പണിക്കരാണ്. ലോകസഭയിലേക്കാണെങ്കിൽ ചാൾസ് ഡയസ് ആണ്. ലോകസഭ ചാൾസ് ഡയസ്. രാജ്യസഭയാണെങ്കിൽ KM പണിക്കരാണ്. ലോകസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത മച്ചോറിയ ഗോഡ്ഫ്രേ ആണ്. ലോകസഭയിലേക്കാണെങ്കിൽ മച്ചോറിയ ഗോഡ്ഫ്രേ ആണ്. രണ്ടും ഏകദേശം ഒരു ഇംഗ്ലീഷ് നെയിം പോലെയുണ്ട് അല്ലേ? ഇംഗ്ലീഷ് ആ ഒരു നെയിം പോലെ. മച്ചോറിയ ഗോഡ്ഫ്രേ, ചാൾസ് ഡയസ് അല്ലേ? അപ്പം ഇനി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി അരുൺദേലാണ്. അത് രണ്ടും മലയാളി നെയിംസ് അല്ലേ? അപ്പോൾ നോക്കാം. KM പണിക്കരാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി അരുൺദേലാണ്. ഇനി രാജ്യസഭയുടെ ചെയർമാനാണ് ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ഡോക്ടർ S രാധാകൃഷ്ണനാണ്. രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളി KR നാരായണനാണ്. രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ഡോക്ടർ S രാധാകൃഷ്ണനായിരുന്നു. രാജ്യസഭ ചെയർമാനായ ആദ്യ മലയാളി KR നാരായണൻ. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ചെയർമാനായിരുന്നത് ഡോക്ടർ ഹമീദ് അൻസാരിയാണ്. രാജ്യസഭയുടെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാനാണ് SV കൃഷ്ണമൂർത്തി റാവു. രാജ്യസഭാംഗം രാജിക്കത്ത് നൽകുന്നത് ചെയർമാന്. ലോകസഭാംഗം രാജിക്കത്ത് നൽകുന്നത് സ്പീക്കർക്ക്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളി MM ജേക്കബാണ്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ രണ്ടാമത്തെ മലയാളി PJ കുര്യനാണ്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. രാജ്യസഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ 245. രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാം? 12 അംഗങ്ങളെ. എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളത്? 3. ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ. രാജ്യസഭയുടെ കാലാവധി ഇല്ല. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷം. രാജ്യസഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിത ലക്ഷ്മി N മേനോനാണ്. രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിത ലക്ഷ്മി N മേനോൻ. കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിതയാണ് ഭാരതി ഉദയഭാനു. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചത് ഭാരതി ഉദയഭാനുവാണ്. കേരളത്തിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 140. കേരളത്തിലെ നിയമസഭാംഗങ്ങളുടെ എണ്ണം 140. സംസ്ഥാന നിയമസഭയുടെ പരമാവധി അംഗസംഖ്യ 500. സംസ്ഥാന നിയമസഭയുടെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ 60. സംസ്ഥാന നിയമസഭയുടെ നിയമസഭാംഗത്തിൻ്റെ കാലാവധി 5 വർഷം. നിയമസഭാംഗമാവാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സ്. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാന നിയമസഭ ഉത്തർപ്രദേശ്. ഏറ്റവും കുറവ് അംഗങ്ങളുള്ള സംസ്ഥാന നിയമസഭ സിക്കിമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് RBI ആണ്. RBIയുടെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ബെനഗൽ രാമറാവു ആണ്. ഏറ്റവും കുറച്ചു കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് അമിതാഭ് ഘോഷ് ആണ്. ഇന്ത്യൻ കറൻസി നോട്ടിൽ RBI ഗവർണർ എത്ര ഭാഷകളിലാണ് ഒപ്പുവെക്കുന്നത്? 2 ഭാഷകളിലാണ്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും. 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. നിലവിലെ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി TV സോമനാഥനാണ്. ധനകാര്യ സെക്രട്ടറി മാറിയിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായി കറൻസി നോട്ടിൽ ഒപ്പിട്ട RBI ഗവർണറാണ് ജെയിംസ് ടൈലറാണ്. ആദ്യമായി കറൻസി നോട്ടിൽ ഒപ്പിട്ട RBI ഗവർണറാണ് ജെയിംസ് ടൈലർ. ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിംഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. IMFൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ RBI ഗവർണറാണ് രഘുറാം രാജൻ. I Do What I Do എന്ന പുസ്തകം രചിച്ചത് രഘുറാം രാജനാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയ ബാങ്ക് അലഹബാദ് ബാങ്ക് 1865. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് 1895.
പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. RBI രൂപീകൃതമാകാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926. ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നപ്പോൾ അറിയപ്പെട്ട പേര് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റിസർവ് ബാങ്ക് ആക്ട് പാസാക്കിയ വർഷം 1934. റിസർവ് ബാങ്ക് നിലവിൽ വരാൻ കാരണമായ നിയമം 1934 RBI ആക്ട്. റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക്. കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ, ചൈനയുടെ വിജയകരമായ ആദ്യ ചൊവ്വാ ദൗത്യം ടിയാൻവെൻ ആണ്. ചൈനയുടെ വിജയകരമായ ആദ്യ ചൊവ്വാ ദൗത്യം ചോദിച്ചാൽ ടിയാൻവെൻ 1 ആണ്. ടിയാൻവെൻ വിക്ഷേപിച്ചത് 2020 ജൂലൈ 23. ടിയാൻവെൻ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങിയത് 2021 മെയ് 14. ചൊവ്വയിലെ ജീവസാന്നിധ്യം തിരിച്ചറിയുന്നതിനും ചൊവ്വയിലേക്കുള്ള ഭാവി ദൗത്യങ്ങളെ സഹായിക്കുന്നതിനുമായി നാസ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യമാണ് മാർസ് 2020. മാർസ് 2020 വിക്ഷേപിച്ചത് 2020 ജൂലൈ 30. ചൊവ്വയുടെ ഉപരിതലത്തിൽ മാർസ് 2020 ഇറങ്ങിയത് 2021 ഫെബ്രുവരി 18. ചൊവ്വയിലിറങ്ങിയ മാർസ് 2020 മിഷന്റെ ഭാഗമായ റോവറാണ് പെർസെവറൻസ് റോവർ. പെർസെവറൻസ് റോവർ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയ ചൊവ്വയിലെ തടാക തീരം ജെസറോ ക്രൈറ്ററാണ്. 2021 സെപ്റ്റംബറിൽ ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്നും പാറക്കഷ്ണങ്ങൾ ശേഖരിച്ച മാർസ് മിഷന്റെ ഭാഗമായിട്ടുള്ള റോവറാണ് പെർസെവറൻസ് റോവർ. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് 11. ജിസാറ്റ് 11 വിക്ഷേപിച്ചത് 2018 ഡിസംബർ 5 കൗറുവിൽ നിന്ന്. ജിസാറ്റ് 11 വിക്ഷേപിച്ച വാഹനം ഏരിയൻ 5 VA 246. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് 29 ആണ്. ജിസാറ്റ് 29 വിക്ഷേപിച്ചത് 2018 നവംബർ 14. ജിസാറ്റ് 29 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ജിസാറ്റ് 29 വിക്ഷേപിച്ച വാഹനം GSLV മാർക്ക് 3 D2 ആണ്. ഈയിടെ ഫ്രഞ്ച് ഗയാനയിൽ നിന്നും വിക്ഷേപിച്ച ISRO വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജിസാറ്റ് 31. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രോപഗ്രഹ ഗവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ചന്ദ്രയാന്റെ വിക്ഷേപണ വാഹനം PSLV-C-11. ചന്ദ്രയാൻ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് 2008 നവംബർ 8. ചന്ദ്രയാൻ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് 2008 നവംബർ 8. ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം മൂൺ ഇമ്പാക്റ്റ് പ്രോബാണ്. ചന്ദ്രയാന്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ G മാധവൻ നായർ ആയിരുന്നു. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ പ്രോജക്റ്റ് ഡയറക്ടർ M അണ്ണാദുരൈയാണ്. ജിസാറ്റ് 31 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ഫെബ്രുവരി 6. ജിസാറ്റ് 31 വിക്ഷേപിച്ച വാഹനം ഏരിയൻ 5 VA 247. ഇന്ത്യയുടെ ഏറ്റവും പുതിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജിസാറ്റ് 31. ഇന്ത്യയുടെ ഏറ്റവും പുതിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജിസാറ്റ് 31. ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഗതിനിർണയ ഉപഗ്രഹമാണ് IRNSS 2. ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 2 ആണ്. വിക്ഷേപണ വാഹനം GSLV MK3M1 ആണ്. വിക്ഷേപണ തീയതി 2019 ജൂലൈ 22. വിക്ഷേപിക്കാൻ സഹായിച്ച രാജ്യം റഷ്യയാണ്. ഭാരം 3850 kg ആണ്. ലാൻഡറിന്റെ പേര് വിക്രം, റോവറിന്റെ പേര് പ്രഗ്യാൻ. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ K ശിവൻ. ചന്ദ്രയാന്റെ പ്രോജക്ട് ഡയറക്ടർ വനിത മുത്തയ്യ. ചന്ദ്രയാന്റെ മിഷൻ ഡയറക്ടർ റിതു കരിതൾ. ചന്ദ്രയാന്റെ പ്രോജക്റ്റ് ഡയറക്ടറാണ് വനിത മുത്തയ്യ. ചന്ദ്രയാന്റെ മിഷൻ ഡയറക്ടറാണ് റിതു കരിതൾ. IRNSS-ന്റെ 2 വിക്ഷേപണ വാഹനം GSLV-C-49 2018 ഏപ്രിൽ 12. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹമാണ് കലാംസാറ്റ് V2. ISROയുടെ സൗരദൗത്യം ആദിത്യ L1 ആണ്. ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. ഇന്ത്യയിലെ ഉപഗ്രഹ വേദ മിസൈൽ EASat ആണ്. ഭൂമിയിലെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുവാനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഹൈസിസ്.
മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യമാണ് മംഗൾയാൻ. ചൊവ്വ ദൗത്യത്തിൻ്റെ പ്രഥമ ശ്രമത്തിൽ വിജയിച്ച ആദ്യ രാജ്യം ഇന്ത്യയാണ്. മംഗൾയാൻ പദ്ധതിയുടെ ഔദ്യോഗിക നാമം മാസ് ഓർബിറ്റർ മിഷനാണ്. മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5. മംഗൾയാൻ്റെ വിക്ഷേപണ വാഹനം PSLV-C-25. മംഗൾയാൻ്റെ വിക്ഷേപണം നടന്ന സ്ഥലം ശ്രീഹരിക്കോട്ട. മംഗൾയാൻ പേടകം ഭ്രമണപഥത്തിലെത്തിയത് 2014 സെപ്റ്റംബർ 24. മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ K. രാധാകൃഷ്ണനായിരുന്നു. മംഗൾയാൻ്റെ ദൗത്യത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ S. അരുണൻ. ഹൈസിസിൻ്റെ വിക്ഷേപണ വാഹനം PSLV-C-43 2018 നവംബർ 29. ബഹിരാകാശ യാത്രികർ റഷ്യ കോസ്മോനോട്ട്, അമേരിക്ക ആസ്ട്രാനോട്ട്, ചൈന തായ്ക്കോനോട്ട്, ഇന്ത്യ വ്യോംനോട്ട്സ്. ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബലാണ്. പാർപ്പിട മേഖലകളിൽ അനുവദനീയമായ ശബ്ദപരിധി പകൽ സമയത്ത് 55 ഡെസിബൽ മുതൽ രാത്രി സമയത്ത് 45 ഡെസിബൽ ആണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലൂടെയാണ്. ശബ്ദം സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശൂന്യതയിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല. ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ വേഗത സൂചിപ്പിക്കുന്ന പദമാണ് സൂപ്പർസോണിക്. പ്രവേഗത്തേക്കാൾ കുറഞ്ഞ വേഗത സൂചിപ്പിക്കുന്ന പദമാണ് സബ്സോണിക്. ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ടുമുമ്പായിട്ട് ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക്. ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗത സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക്. ശബ്ദത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്കോസ്റ്റിക്സ്. മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന തൊണ്ടയിലെ ഭാഗമാണ് ലാരിങ്സ്. പക്ഷികൾ ശബ്ദമുണ്ടാക്കുന്നതിന് തൊണ്ടയിലെ സിറിങ്സിൻ്റെ സഹായത്തോടെയാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 1/10 സെക്കൻഡാണ് മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത. പ്രതിധ്വനി ഉണ്ടാക്കുന്നതിനുള്ള കുറഞ്ഞ അകലം 17 മീറ്ററാണ്. കമ്പനമാണ് ശബ്ദമുണ്ടാക്കാൻ കാരണം. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിനു കാരണം ചന്ദ്രനിൽ അന്തരീക്ഷവായു ഇല്ലാത്തതിനാൽ. ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നതിന് കാരണം ചിറകുകളുടെ കമ്പനമാണ്. കൊതുകുകളുടെ ചിറകുകളുടെ കമ്പനം ചെയ്യുന്ന ആവൃത്തി 500 ഹെർട്സ് ആണ്. തേനീച്ചകളുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തി 300 ഹെർട്സ് ആണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ ഉയർന്ന ശബ്ദം അൾട്രാസോണിക് സൗണ്ട്. മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ശബ്ദം ഇൻഫ്രാസോണിക് സൗണ്ട്. ഗഗൻയാൻ. 2021 ഡിസംബറോടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ ISRO നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗഗൻയാൻ. ഗഗൻയാൻ പദ്ധതി പ്രകാരം എത്ര പേരെയാണ് ബഹിരാകാശത്തേക്ക് അയക്കുന്നത്? 3. ഗഗൻയാൻ ലക്ഷ്യം നേടിയാൽ മനുഷ്യൻ ബഹിരാകാശത്തെത്തിക്കുന്ന എത്രാമത് രാജ്യമാകും? ഇന്ത്യ. 4. ഇന്ത്യക്ക് മുമ്പ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ച രാജ്യങ്ങളാണ് റഷ്യ, അമേരിക്ക, ചൈന. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ബഹിരാകാശത്തെത്തുന്നവർ അറിയപ്പെടുക വ്യോംനോട്ട്സ് എന്നാണ്. ഗഗൻയാൻ ദൗത്യത്തെ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന പേടകം GSLV മാർക്ക് 3 ആണ്. ISROയുടെ ഏറ്റവും ഭാരം കൂടിയ വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 ആണ്. ഗഗൻയാൻ ദൗത്യം വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ശ്രീഹരിക്കോട്ട. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ R. ഹട്ടനാണ്. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി വനിതയാണ് VR ലളിതാംബിക. ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ഘർഷണം. വസ്തുവിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഘർഷണ ബലം കൂടുന്നു. പ്രതലത്തിൻ്റെ മിനുസം കൂടുന്തോറും ഘർഷണബലം കുറയുകയും പ്രതലത്തിൻ്റെ മിനുസം കുറയും തോറും ഘർഷണബലം കൂടുകയും ചെയ്യുന്നു. ഘർഷണബലം കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹകങ്ങൾ, ലൂബ്രിക്കൻസ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഗ്രാഫൈറ്റ് ആണ്. ഘർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ മിനുസപ്പെടുത്തൽ, സ്നേഹകങ്ങൾ ധാരാരേഖിതമാക്കൽ, ബോൾ ബെയറിങ്ങുകൾ. ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണമാണ് ഉരുളൽ ഘർഷണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണമാണ് നിരങ്ങൽ ഘർഷണം. നിരങ്ങൽ ഘർഷണത്തെ അപേക്ഷിച്ച് ഉരുളൽ ഘർഷണത്തിൽ സമ്പർക്കത്തിൻ്റെ വിസ്തീർണം കുറവായതിനാൽ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ്. യന്ത്രങ്ങളിൽ ഘർഷണം കുറയ്ക്കാൻ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കാൻ കാരണം ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായതിനാലാണ്. ഘർഷണം കുറക്കാൻ ചലനത്തിന് അനുകൂലമായ വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതിയാണ് ധാരാരേഖിതമാക്കൽ. ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ. സദിശ അളവുകൾക്ക് ഉദാഹരണമാണ് പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം. പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം. ഏതൊക്കെയാണ് സദിശ അളവുകളാണ്? പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം.
ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ് അദിശ അളവുകൾ. അദിശ അളവുകൾക്ക് ഉദാഹരണം സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം. വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത. പഠിച്ചു വെക്കുക. സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം. വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത. പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന അളവുകൾ. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന്റെ ചുരുക്കെഴുത്ത് SI യൂണിറ്റ്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അറിവ് സമ്പ്രദായം SI യൂണിറ്റ്. അളവ് സമ്പ്രദായം SI യൂണിറ്റ്. SI സമ്പ്രദായത്തിലെ അടിസ്ഥാന യൂണിറ്റുകൾ 7 എണ്ണമാണ്. ശാസ്ത്രലോകത്തിന്റെ അളവുകൾ പ്രസ്താവിക്കുന്നതിനായി യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങിയ വർഷം 1960. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഹാൻഡാണ്. ഒരു ഹാൻഡ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ഒരു അളവുകോൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളം ലീസ്റ്റ് കൗണ്ടാണ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, പാർസെക്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് 15 കോടി കിലോമീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം പ്രകാശവർഷം. ഒരു പാർസെക് എന്നത് 3.26 പ്രകാശവർഷമാണ്. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടിക്കൽ മൈലാണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ ആണ്. കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നോട്ടാണ്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കുവാനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായമാണ് CGS, MKS, FPS. MKS സമ്പ്രദായത്തിലെ പരിഷ്കരിച്ച രൂപം SI യൂണിറ്റ് സമ്പ്രദായം. SI സമ്പ്രദായം. അടിസ്ഥാന അളവുകളും അവയുടെ SI യൂണിറ്റുകളും. അപ്പം അടിസ്ഥാന അളവുകൾ SI യൂണിറ്റുകളാണ്. പേരും പ്രതീകവും കൊടുത്തിട്ടുണ്ട്. അപ്പം നീളം മീറ്റർ ആണ്, M ആണ്. മാസ് കിലോഗ്രാം ആണ്, kg. സമയം സെക്കൻഡ്, S. വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ, A. താപനില കെൽവിൻ, K. പദാർത്ഥത്തിൻ്റെ അളവ് മോള്, MOL. പിന്നെ പ്രകാശ തീവ്രത കാൻഡില, CD. അടുത്ത ക്വസ്റ്റ്യൻ. പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾ. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ. സ്വതന്ത്രമാരമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് എപ്പോഴും ഭൂമിയുടെ തെക്ക് ദിശയിൽ നിൽക്കുന്നു. തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. ഇനി സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന ബാർ കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് കാന്തം എന്ത് സ്വഭാവം പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ്? ദിശാസൂചക സ്വഭാവമാണ് കേട്ടോ. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കാന്തത്തിൻ്റെ അഗ്രം കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും രണ്ടാമത്തെ അഗ്രം ദക്ഷിണ ധ്രുവവുമാണ്. കാന്തത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം വികർഷിക്കുന്ന ധ്രുവങ്ങളാണ് സജാതീയ ധ്രുവങ്ങൾ. കാന്തത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ആകർഷിക്കുന്ന ധ്രുവങ്ങളാണ് വിജാതീയ ധ്രുവങ്ങൾ. ഭൂമി ഒരു കാന്തത്തെ പോലെ വർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. കാന്തിക ബലത്തിൻ്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കാന്തിക ബലരേഖ. കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നത് എല്ലാ തലങ്ങളിലുമാണ്. യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത. യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത. ഫ്ലക്സ് സാന്ദ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലാണ്. കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ബലരേഖകൾ പാത ഒന്നിൻ്റെ ഉത്തര ധ്രുവത്തിലേക്ക് അടുത്തതിൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്കും ആയിരിക്കും. ഒരു കാന്തത്തിൻ്റെ ചുറ്റും എല്ലാ തലത്തിലുമുള്ള കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നുണ്ട്. കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന ഒരു മേഖല അറിയപ്പെടുന്നത് കാന്തിക മണ്ഡലം. കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന പദാർത്ഥങ്ങളാണ് കൊബാൾട്ട്, നിക്കൽ. കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക പ്രേരണം. കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയാണ് പ്രേരിത കാന്തശക്തി. ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് പച്ചിരുമ്പാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉരുക്കാണ്. ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവാണ് റിറ്റൻറ്റിവിറ്റി. ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് വളരെ കുറവുള്ളത് പച്ചിരുമ്പിന്.
അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വ്യക്തിയാണ് യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ പേടകം വോസ്റ്റോക്ക് 1 യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയത് 1961 ഏപ്രിൽ 12. ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തിയാണ് അലക്സി ലിയോനോവ്. ബഹിരാകാശത്ത് നടന്ന ആദ്യ വനിത സെറ്റ്ലാന വി സവിസ്കയാണ്. അലക്സി ലിയോനോവാണ് ആദ്യമായിട്ട് നടന്നത്. വനിതയാണെങ്കിൽ സവിസ്കയ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരി കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കക്കാരനാണ് അലൻ ഷെപ്പേർഡ്. ആദ്യത്തെ ഇസ്രായേൽ ബഹിരാകാശ സഞ്ചാരി ഇലാൻ ടമോൺ. ബഹിരാകാശത്ത് സംസാരിച്ച ആദ്യ യന്ത്രമനുഷ്യൻ കിറാബോ. അടുത്ത ക്വസ്റ്റ്യൻ, വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആവർത്തനം എന്ന് പറയുന്നത്. ആവർത്തനം വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ചിട്ട് വസ്തു എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നതിനെ ആവർത്തനം എന്ന് പറയുന്നു. നിത്യജീവിതത്തിൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ടെലസ്കോപ്പ്, കണ്ണട, ക്യാമറ. ലെൻസിൻ്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണ് പവർ. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമമാണ് ലെൻസിൻ്റെ പവർ. കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാണ്. കോൺവെക്സ് ലെൻസിലാണെങ്കിൽ യഥാർത്ഥവും തലകീഴായതുമാണ്. കോൺകേവ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കും. കോൺകേവിലാണെങ്കിൽ മിഥ്യയും നിവർന്നതും, കോൺവെക്സ് യഥാർത്ഥവും തലകീഴായതും. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസാണ്. ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ആണ്. ഒരു ലെൻസിൽ നിന്നും 30 സെൻറ്റിമീറ്റർ അകലെയായി ഒരു വസ്തു വെച്ചാൽ ലഭിക്കുന്ന പ്രതിബിംബത്തിൻ്റെ അകലം എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ലെൻസിൻ്റെ പവർ കണക്കാക്കാനുള്ള സമവാക്യം P=1/f ആണ്. കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൻ്റെ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന് തുല്യമായിരിക്കും. ഒരു വസ്തുവിൻ്റെ ജലത്തിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവാണ് ആ വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലം. കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം പ്ലവക്ഷമ ബലമാണ്. ഒരു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന 2 ബലങ്ങളാണ് വസ്തുവിൻ്റെ ഭാരം താഴേക്ക് അനുഭവപ്പെടുന്നത്, വസ്തുവിൻ്റെ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം. പ്ലവന തത്വം, ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്റർ എന്നിവ പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജ്ജ സ്രോതസ്സുകളെ പ്രധാനമായിട്ടും 2ആയി തരംതിരിക്കുന്നു. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് കാറ്റ്, തിരമാല, ബയോഗ്യാസ്, സൗരോർജ്ജം, ജിയോതെർമൽ. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം കർണാടക ജലവൈദ്യുത പദ്ധതിയാണ് കേട്ടോ. ശിവസമുദ്രം ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം 1902. ശിവസമുദ്രം ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ് ശിവസമുദ്രം പദ്ധതി. കാവേരി നദിയിലാണ് കർണാടകത്തിൽ ശിവസമുദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി ഉൽപാദന വിതരണം നടത്തിയത് സിദ്രാപോങ് ആണ്. ഡാർജിലിംഗ്, ബംഗാൾ. 1897. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് 1975. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം സർദാർ സരോവർ, നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബക്രാനങ്കലാണ്. സത്ലജ് നദിയിലാണ് ബക്രാനങ്കലുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ അണക്കെട്ട് തഹ്രിയാണ്. ഭഗീരഥി നദിയിലാണ് തഹ്രി അണക്കെട്ട്. തഹ്രി അണക്കെട്ട് ഭഗീരഥി നദിയിലാണ്. ഏറ്റവും ഉയരം കൂടിയതാണ് കേട്ടോ. ഏറ്റവും വലുതാണെങ്കിൽ സത്ലജ് നദിയിലുള്ള ബക്രാനങ്കലാണ്. എന്നാൽ ഭഗീരഥിയിലുള്ള തഹരിയാണ് ഉയരം കൂടിയിട്ടുള്ളത്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാകുഡ് കേട്ടോ. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാകുഡ് മഹാനദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്നത് ജൻജാവതി, ആന്ധ്രാപ്രദേശ്. റാണാ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ചമ്പലാണ്, രാജസ്ഥാൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ
തീരപ്രദേശ ജലവൈദ്യുത പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. USA ടെന്നീസ് വാലി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ ആരംഭിച്ച പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി 1948. മഹാറാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് ആണ്. ബിയാസിലെ ഏറ്റവും ചെറിയ സിന്ധു നദിയുടെ പോഷക നദിയാണ് ബിയാസ്. ബിയാസിലാണ് ഹിമാചൽ പ്രദേശിലെ ബിയാസിലൂടെയാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും ജലസേചന പദ്ധതികൾ ഉള്ള നദി ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. കേരളം ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലസേചന പദ്ധതികളിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ഇടുക്കിയിലെ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ച വർഷം 1976. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി 2403 അടിയാണ്. 2403 അടിയാണ്. ഇടുക്കി ജലവൈദ്യുതി പദ്ധതി ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ച വർഷം 1976. കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം. ഇടുക്കിയിലെ മൂലമറ്റത്താണ് കേരളത്തിൽ ആദ്യത്തെ ഭൂഗർഭ ജലവൈദ്യുത നിലയം. കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്, പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ, ഇടുക്കി. കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം, പാലക്കാട് മീൻവല്ലം. കേരളത്തിൽ സ്വന്തമായി ജലവൈദ്യുത വിതരണം ചെയ്യുന്ന കോർപ്പറേഷൻ തൃശ്ശൂരാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് താപവൈദ്യുത നിലയങ്ങളാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ ഉപയോഗിച്ച് താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1975. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ സ്ഥാപിതമാകുന്ന ഏറ്റവും വലിയ താപോർജ്ജ നിലയം പത്രദു വിദ്യുത് ഉത്പാദൻ നിഗം ലിമിറ്റഡ് ഇന്ത്യയിലെ ജാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം താപനിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരം, എറണാകുളം. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് നല്ലടം, കോഴിക്കോട്. കേരളത്തിൽ പ്രകൃതിവാതകം ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന താപനിലയം ചീമേനിയാണ്, കാസർഗോഡ്. ബ്രൗൺ എനർജി വിഭാഗത്തിൽപ്പെടുന്ന ഊർജ്ജ സ്രോതസ്സാണ് ആണവ വൈദ്യുതി. ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1948. ആണവോർജ്ജ വകുപ്പ് നിലവിൽ വന്ന വർഷം 1954. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം താരാപൂർ, മഹാരാഷ്ട്ര, 1969. ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയം ദാദാവ് അറ്റോമിക് റിസർച്ച് സെൻ്റർ ആണ്, പാർക്ക്, 1954. ബാർക്കിൻ്റെ ആദ്യ ചെയർമാൻ ഹോമി ജെ ബാബയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സരയാണ്, ട്രോംബെയിലെ അപ്സരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കാമിനി, കൽപ്പാക്കം. കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമരനായകൻ SP ഉദയകുമാറാണ്. കൂടംകുളം ആണവ നിലയത്തിന് സഹായം നൽകിയ വിദേശ രാജ്യം റഷ്യയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി, 1972. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദനം നടത്തിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം, ഇടുക്കി. ഫ്രാൻസിൻ്റെ സഹായത്തോടെ മഹാരാഷ്ട്രയിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ജയ്താംപൂർ. വൈദ്യുത നിലയങ്ങൾ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം മുപ്പന്തൽ, പെരുങ്ങുടി, തമിഴ്നാട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം കഞ്ചിക്കോട്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ കാറ്റാടി ഫാം കഞ്ചിക്കോടാണ്. KSEBയുടെ നേതൃത്വത്തിൽ കീഴിൽ പ്രവർത്തിക്കുന്ന കാറ്റാടി ഫാമാണ് കഞ്ചിക്കോട്. കേരളത്തിൽ സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാം രാമക്കൽ മേടാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ടൈഡൽ തിരമാല പവർ പ്രോജക്റ്റാണ് വിഴിഞ്ഞം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റായ കമുതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ പ്ലാന്റ്
ചരൻക ഗുജറാത്ത്. കേരളത്തിൻ്റെ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി പാലക്കാട്. കേരളത്തിലെ കാറ്റാടി ഫാമുകൾ കഞ്ചിക്കോട് പാലക്കാട്, രാമക്കൽമേട് ഇടുക്കി, അട്ടപ്പാടി പാലക്കാട്, അഗളി പാലക്കാട്, രാമക്കൽമേട് ഇടുക്കിയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ എയർപോർട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ എയർപോർട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് ഹൈഡ്രോ സോളാർ എയർപോർട്ടാണെന്നുണ്ടെങ്കിൽ അത് ന്യൂഡൽഹി എയർപോർട്ടാണ് കേട്ടോ. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രോ സോളാർ എയർപോർട്ടാണെങ്കിൽ അത് ന്യൂഡൽഹിയാണ്. സോളാർ എയർപോർട്ടാണെങ്കിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അതൊരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബാണാസുര സാഗർ ഡാമാണ്. വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ചൂട് നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്രമാണ് മണികരൺ, ഹിമാചൽ പ്രദേശ്. മണികരണാണ് ഹിമാചൽ പ്രദേശിലെ ചൂട് നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് മണികരണാണ്. ഇനി അടുത്തത് ഇന്ത്യയിലെ ജലവൈദ്യുത പദ്ധതികളാണ് കേട്ടോ. പദ്ധതി നോക്കാം. കൊയ്ന മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. തഹരി ഉത്തരാഖണ്ഡ്, ശ്രീശൈലം ആന്ധ്രാപ്രദേശ്, നാഥ് ഫാ ചാക്രി ഹിമാചൽ പ്രദേശ്, സർദാർ സരോവർ ഗുജറാത്ത്, ബക്രാനങ്കൽ ഹിമാചൽ പ്രദേശ് പഞ്ചാബ്, ശരാവതി കർണാടക, നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശ്, സലാല് ജമ്മു കാശ്മീർ, ഓങ്കാരേശ്വർ മധ്യപ്രദേശ്, റിഹന്ത് ഉത്തർപ്രദേശ്, ഹീരാകുഡ് ഒഡീഷ, തുംഗഭദ്ര കർണാടക, ദുൽഹസ്തി ജമ്മു കാശ്മീർ, ഗാന്ധി സാഗർ മധ്യപ്രദേശ്. അടുത്തത് ദൂരം അളക്കുന്നതിനുള്ള ഒരു ഏകകമാണ് പ്രകാശവർഷം. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളിൽ ഒന്നാണ് പ്രകാശവർഷം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ പ്രകാശവർഷം എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം ഉപകാരപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നാളത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്തവർ ഇതിന് മുമ്പത്തെ വീഡിയോ കാണാം കേട്ടോ. താങ്ക് യു ഓൾ.